കഴിഞ്ഞ പോർഷനിൽ നമ്മളെന്താ നോക്കിയേ, അതിനൊരു ഇൻട്രഡക്ഷൻ പോലെ ഇമോഷനിലുള്ള ആ ടേമും അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, കുറേ ടോപ്പിക്സും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമോഷൻ്റെ തിയറീസ് ആണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് ലൈക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും അറിയാവുന്ന, അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ തിയറീസ് ഉണ്ടാവും പറയുന്നുണ്ടാവാം. ഇമോഷണൽ തിയറീസ് പറയുന്നുണ്ടാവാം എങ്ങനെയാണ് ഇമോഷൻ ഉണ്ടാവുന്നത് നോക്കിയായിരിക്കും അല്ലേ ഇമോഷണൽ തിയറീസ് പറയുന്നുണ്ടാവാം. സോ കോമൺ ആയിട്ട് നമുക്കൊരു ബേസിക് ആയിട്ട് നമ്മൾ ആലോചിക്കാൻ നമുക്ക് എന്താ തോന്നുന്നുണ്ടാവും, എങ്ങനെയാവും ഇമോഷൻ ഉണ്ടാവുന്നുണ്ടാവുക. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, നമ്മളിപ്പോൾ ഒരു സാധനം കണ്ട്, ഓക്കെ, എന്തൊരു സാധനം കണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ട് പേടി വന്ന് ആദ്യം തന്നെ ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ആ പേടി വന്നല്ലോ, പേടി വന്നുകൊണ്ട് നമ്മൾ എന്താണ് ഒരുപാട് ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാവുക. നല്ല ഹാർട്ട് ബീറ്റ് കൂടായിരിക്കാം, അല്ലെങ്കിൽ ഓടിപ്പോവുക, അങ്ങനത്തെ ഒരുപാട് ഫിസിയോളജിക്കൽ റെസ്പോൺസസും അതിനുള്ള ബിഹേവിയേഴ്സും എന്നുള്ളതൊക്കെ കാണിക്കാം. ഓക്കെ, പേടി വന്നുകൊണ്ട്, പേടി വന്ന് ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ കോഗ്നിറ്റീവ് കമ്പോണന്റ് വന്നതിന് ശേഷമാണ് ഫിസിയോളജിക്കൽ കമ്പോണന്റ് വരുന്നതെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ആദ്യം നമ്മൾ കോഗ്നിറ്റീവ് കമ്പോണന്റ് വന്ന് അതിനുശേഷം നമ്മുടെ എന്താ പീപ്പിൾ ടു സാലൈഡ് ആയി, ഹാർട്ട് ബീറ്റ്സ് കൂടി, സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി, അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ചില തിയറീസ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന തിയറീസ് ഉണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യാത്ത തിയറീസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ തിയറിയാണ് ജെയിംസ് ലാങ് തിയറി. ജെയിംസ് ലാങ് തിയറി എന്ന് പറഞ്ഞാൽ വില്യം ജെയിംസിനെ അറിയാത്തതായിട്ട് ആരുണ്ടാവും അല്ലേ. നമുക്ക് അമേരിക്കൻ സൈക്കോളജിയുടെ ഫാദറാണ്. അതുപോലെ തന്നെ ഫങ്ഷണലിസം പ്രപ്പോസ് ചെയ്ത് അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ കാൾഡാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ജെയിംസ് ലാങ് തിയറി പ്രപ്പോസ് ചെയ്തത്. രണ്ടുപേരും അല്ല, ശരിക്കും വില്യം ജെയിംസിന് പ്രപ്പോസ് ചെയ്തു, കാൾ ലാങ് വേറെ പ്രപ്പോസ് ചെയ്തു. രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തു, പക്ഷെ രണ്ടും ഏകദേശം സെയിം ഐഡിയ ആയിരുന്നു. അതുകൊണ്ടാണ് വില്യം അഥവാ ജെയിംസ് ലാങ് തിയറി എന്ന വിധത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇവരുടെ ഒരു കോർ ഐഡിയ, ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എന്താ പറയാ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്നേഹിക്കാനി ഇപ്പോൾ എപ്പോഴും സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മൾ സ്നേഹിനെ കണ്ട്, പാമ്പിനെ കണ്ട്, അപ്പോൾ നമ്മൾ പേടിച്ച് പേടിക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ അത് ഇവരുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാമ്പിനെ കണ്ട്, ആ പാമ്പിനെ കണ്ടതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവണം. ലൈക്ക് പീപ്പിൾസ് ഡയലേറ്റ് ആയി, നമ്മൾ എന്താ പറയുക, ഈ രോമങ്ങളൊക്കെ നീക്കാൻ തുടങ്ങി, പിന്നെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി, സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി, ഇത്തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസ്, റെസ്പിറേഷനിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി, ഇത്തരത്തിലുള്ള ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരികയാണ്. സോ ആ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാരണം നമ്മളൊരു ഇമോഷൻ ഉണ്ടാവാം, ആ ഒരു ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് ആര് പറഞ്ഞത്, ഈ ജെയിംസ് ലാങ് തിയറിയിൽ പറഞ്ഞത്. മനസ്സിലായോ? എന്നുവെച്ചാൽ ഒരു സിംഗിൾസ് കിട്ടുന്നു, എന്നുവെച്ചാൽ ഒരു സിംഗിൾസ് കിട്ടി, ഒരു ഫിസിയോളജിക്കൽ അറോസൽ ഉണ്ടാക്കി, അത് നമ്മളൊരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് കാരണം നമുക്കൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം. ഓക്കെ, അഥവാ അത് കാരണം കോഗ്നിറ്റീവ് കോമ്പൗണ്ട് ആക്റ്റീവ് ആവാം. അങ്ങനെയാണ് ആര് പറഞ്ഞത്, ഈ ഒരു ജെയിംസ് ലാങ് തിയറി പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇവരുടെ ഒരു തിയറി അത്യാവശ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നുവെച്ചാൽ നല്ല രീതിയിൽ പേര് കിട്ടിയ ഒരു തിയറിയാണ് എന്ത്, ജെയിംസ് ലാങ് തിയറി എന്ന് പറഞ്ഞത്. സോ ഈ ഒരു ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ജെയിംസ് ലാങ് തിയറി പറയാനുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മെയിൻ പോരായ്മ അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പല ഈ ഒരു സെയിം റിയാക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ സ്വെറ്റ് ചെയ്യുക, അതുപോലെ രോമം നീച്ച് നിൽക്കുക, അതുപോലെ നല്ല രീതിയിൽ പ്യൂപ്പിൾസ് ഡയലേറ്റ് ആവുക, അതുപോലെ ഹാർട്ട് റേറ്റ് കൂടുക, ഈ ഒരു റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റിമുലസിനോട് മാത്രമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനോട് ചിലപ്പോൾ നമ്മൾ ഇതേ സെയിം റിയാക്ഷൻസ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കാണിക്കുന്നുണ്ടാവും. സോ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഒരേ ഇമോഷനെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ഇമോഷൻ തന്നെയാണ് ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുപോലെ തന്നെ വേറെ എന്താ വെച്ചാൽ, ഒരു ഫിസിയോളജിക്കൽ എറോസൽ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ഫിസിയോളജിക്കൽ എറോസൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇമോഷണൽ എക്സ്പീരിയൻസ് നടക്കുന്നത്. കോഗ്നിറ്റീവ് കമ്പോണന്റ് ആക്റ്റീവ് ആവുന്ന ഒരു ഫിസിയോളജിക്കൽ എറോസൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു കോഗ്നിറ്റീവ് കമ്പോണന്റ് ശരിക്കും ആക്ടിവേറ്റ് ആവാൻ, അഥവാ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിയോളജിക്കൽ എറോസലിന്റെ ആവശ്യമുണ്ടോ? അത് നിർബന്ധമാണോ? നിങ്ങളൊന്ന് ആലോചിക്കും, പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തി കൈയും കാലും അനക്കാൻ വയ്യ, ആള് ബോഡി ഫുൾ കംപ്ലീറ്റ് പാരലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവില്ലേ? സോ ഈ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് പ്യൂർലി വരുന്നത് ഒരു ഫിസിയോളജിക്കൽ എറോസൽ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അതായിരുന്നു എന്തിന്റെ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞത്, അഥവാ അതിന്റെ ഒരു ക്രിറ്റിസിസംസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത തിയറിയാണ് കെനോൺ ബാർഡ് തിയറി. ഇത് എന്റെ കോമൺ സെൻസ് പോലത്തെ തിയറി. ഓക്കെ, എന്താ വെച്ചാൽ
ആദ്യം ഒരു ഫിസിയോളജിക്കൽ അറോസൽ നമുക്ക് കിട്ടി, ഒരു സ്റ്റിമുലസിനെ കണ്ട സമയത്ത് എന്താണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ബ്രെയിൻ മനസ്സിലാക്കി എന്തോ ത്രെറ്റ് ഉണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഈ ഒരു ഫിസിയോളജിക്കൽ അറോസലും അതിന്റെ ഒപ്പം തന്നെ ഇമോഷണൽ എക്സ്പീരിയൻസ് രണ്ടും ഒരുമിച്ചുണ്ടാവാം. ഓക്കെ, രണ്ടും ഒരുമിച്ചുണ്ടാവാന്ന് പറയുമെങ്കിൽ പോലും അതായത് ഈ ഒരു ജെയിംസ് കാനൺ ബാർഡ് തിയറിയിൽ വാൾട്ടർ ബി കാനോൺ ആൻഡ് ഫിലിപ്പ് ബാർഡാണ്. അതായത് ഈ ഒരു കാനോൺ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു എന്താ പറയാ ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മീൻസ് ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം 2 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഈവൻ ദോ ഒരുമിച്ച് എന്ന് പറഞ്ഞെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറഞ്ഞത്, കാനൺ ബാർഡ് തിയറിയിൽ പറഞ്ഞത്. പക്ഷെ ഇതിനും കുറെ ക്രിറ്റിസിസമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് വന്ന ക്രിറ്റിസിസം എന്താ കാരണം ഇപ്പം എപ്പോഴും നേരത്തെ അവര് പറഞ്ഞ പോലെ തന്നെ ജെയിംസ് ലൈൻ തിയറി പറഞ്ഞല്ലേ, അവരിൽ എന്താ പറഞ്ഞിരുന്നത്, ഈ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് എന്താ പറയാ നമ്മൾ ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഫിസിയോളജിക്കൽ അറോസൽ നിർബന്ധമില്ല, പാരലൈസ് ആയിട്ട് ആൾക്കാർ ഒക്കെ ഇമോഷണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കേസിൽ ഇവരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ അഥവാ ഫിസിയോളജിക്കൽ അറോസൽ കാരണം ശരിക്ക് ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. അതിനൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, ലൈക്ക് എന്താ പറയാ, ഒരു മിനിറ്റ് കാണിച്ചാൽ. ഇപ്പൊ ഇതൊരു പെന്നില്ലേ, ഈ പെന്ന് നമ്മളിങ്ങനെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു മൗത്ത് ഒരു സ്മൈൽ ചെയ്യുന്ന ഒരു ആക്ഷനിൽ നിൽക്കുന്നില്ലേ. സോ ഇതുപോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആളെ എന്താ പറയാ ഒരു ഫീൽ ഓഫ് സോർട്ട് ഓഫ് ഹാപ്പിനെസ് കാണിക്കാൻ സാധ്യത എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആളൊരു സാഡ്നെസ് കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. കാരണം ഈ സ്മൈൽ എന്ന് കാണിക്കുന്നത് എന്താണ്, നമ്മളൊരു ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഇമോഷനെ സൂചിപ്പിക്കുന്ന സാധനം അല്ലേ. സോ അത്തരത്തില് ഈ ഒരു ഫിസിയോളജിക്കൽ അറോസൽ കാരണം നമുക്ക് എന്തുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു നമ്മുടെ എന്താ പറയാ ഈ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. സാധ്യത ഉണ്ടെന്നല്ല, അത് പ്രൂവ്ഡ് ആണ്. ഈവൻ ദോ അത്രയും പ്രോപ്പറായിട്ട് എല്ലാവരിലും അങ്ങനെ അല്ലെങ്കിലും ഒരു നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് ഇതിനൊരു ക്രിറ്റിസിസം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ അടുത്ത തിയറി എന്തായിരുന്നു, ഒപ്പോണന്റ് പ്രോസസ് തിയറി. ഒപ്പോണന്റ് പ്രോസസ് തിയറി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു വ്യക്തി ഒരു സ്റ്റിമുലസ് കിട്ടി, അപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. എന്തോ ആള് ഒരു ദിവസം രാവിലെ എണീറ്റ സമയത്ത് അയാൾക്ക് പുതിയൊരു സൈക്കിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ വന്ന സമയത്ത് സൈക്കിളൊക്കെ കിട്ടുന്ന ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന സംഭവം. അപ്പൊ സൈക്കിൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സോ ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള അഥവാ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. എല്ലാ ഇമോഷൻസിനും അതിന്റെ ഒരു എന്ത് ഇമോഷൻ ആണെന്നുണ്ടെങ്കിലും, അതിപ്പോ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സാഡ്നെസ് പോലെ, അതുപോലെ ഒരു ഫിയർ ആങ്കർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാംനെസ്, അതുപോലെ അത്തരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ പോലെ അത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവും എന്നാണ് ആര് പറഞ്ഞത്, ഒപ്പോണന്റ് പ്രോസസ് തിയറിയിൽ പറഞ്ഞത്. അതിന് അവർ പറഞ്ഞത് ഇപ്പൊ ഒരേ സ്റ്റിമുലസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ സ്റ്റിമുലസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യൽ റെസ്പോൺസ് വീക്ക് ആവുകയും ചെയ്യും. അതിന്റെ സെക്കൻഡറി റെസ്പോൺസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് റിയാക്ഷന് പവർ കൂടും ചെയ്യുന്നു ആര് പറഞ്ഞു, ഈ ഒപ്പോണന്റ് പ്രോസസ് തിയറിയിൽ അവർ പറഞ്ഞു. ഓക്കെ, അതെന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച്, ഇപ്പൊ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഫിയറും ആങ്കറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫിയർ ആങ്സൈറ്റി, നല്ല പേടി ആങ്സൈറ്റി ഒക്കെ ഉള്ള സിറ്റുവേഷനാണ്. ആൾക്ക് ആ ഒരു സ്റ്റിമുലസ് എപ്പോഴും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഫിയർ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ അത് എപ്പോഴും കിട്ടി എന്താണ്ടാവുക, കുറെ കഴിയുമ്പോൾ ആൾക്കൊരു വിഷയമല്ലാതെയാവും അല്ലെ. അതുപോലെ എന്നുവെച്ചാൽ അത് ആൾക്ക് പിന്നെ ആ ഒരു കുഴപ്പമില്ല, ആ ഒരു സംഭവം പോയി കഴിഞ്ഞാൽ ആൾക്കൊരു കാംനെസ്സും ആൾക്കൊരു റെസ്റ്റ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒപ്പോണന്റ് പ്രോസസ് തിയറിയോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഒരാൾ ഒരുപാട് സന്തോഷം ഹാപ്പിനെസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആ ഒരു സ്റ്റിമുലസ് ആണ് പോയാൽ എന്താ ഉണ്ടാവുക, മീൻസ് അത് നിന്നിട്ടേ ഉള്ളൂ, അല്ലാണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റിമുലസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ആൾ എന്തുണ്ടാവും, സാഡ്നെസ് കാണിക്കും അല്ലെ. സോ അതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒപ്പോണന്റ് പ്രോസസ് തിയറിയിൽ പറയുന്നത്. അടുത്ത തിയറിയാണ് ഇനി പറയുന്ന തിയറീസ് എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറീസ് ആണ്. പക്ഷെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറീസ് ആണ് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, പറയുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാമെന്നല്ലേ. അതിൽ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറീസ് ഓഫ് ഇമോഷനിൽ പറയുന്ന ആ തിയറിയാണ് സ്കാറ്റർസിംഗ് തിയറി. സ്കാറ്റർസിംഗ് തിയറിയിൽ 2 ഫാക്ടർ തിയറി ഓഫ് ഇമോഷൻ. ഇതിന് മെയിൻ ഇമ്പോർട്ടൻറ്റ് എന്താ അപ്പോൾ
രണ്ട് ഫാക്ടർ ആയിരിക്കണം അല്ലെ. ആദ്യത്തെ ഫാക്ടറാണ് എന്ത്, ഫിസിയോളജിക്കൽ അറോസൽ ആൻഡ് കോഗ്നിറ്റീവ് അപ്രൈസൽ. ഓക്കെ, ഒരു ഫിസിയോളജിക്കൽ അറോസൽ കോഗ്നിറ്റീവ് അപ്രൈസൽ, അതാണ് അവർ പറയുന്നത്. പക്ഷേ ആദ്യം ഒരു സ്റ്റിമുലസിനെ കണ്ട് നമ്മൾ ഈ ഒരു സ്റ്റിമുലസിനെ കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജെയിംസ് ലാംഗ് തിയറിയുടെ പോലെ തന്നെ ഒരു സ്റ്റിമുലസിനെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു ഫിസിയോളജിക്കൽ അറോസൽ ഉണ്ടാവാണ്. ഓക്കെ, ഒരു ഫിസിയോളജിക്കൽ അറോസൽ ഉണ്ടാവാണ്. അപ്പോൾ ആ ഒരു ഫിസിയോളജിക്കൽ അറോസലിന് നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിന് ഇന്റർപ്രറ്റ് ചെയ്യണം ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫിസിയോളജിക്കൽ അറോസലാണ്. കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട് അവിടെ. എന്ത് ഈ ഒരു ഫിസിയോളജിക്കൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഫിസിയോളജിക്കൽ അറോസൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അഥവാ അത് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ലേബലിംഗ് നടക്കും. എവിടെ, നമ്മുടെ ബ്രെയിനിൽ കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ നടക്കും, അഥവാ കോഗ്നിറ്റീവ് അപ്രൈസൽ നടക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഇമോഷണൽ ഇത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ എറോസൽ അയാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാണ്, അത് ഒരു ലേബലിംഗ് നടക്കും. ആ ഒരു ലേബലിംഗ് കാരണം അഥവാ ആ ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ കാരണം നമുക്ക് എന്തുണ്ടാവാം, ഇമോഷൻ അനുഭവപ്പെടാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു അതാണ് ഈ 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത്. ഓക്കെ, അതിനൊരു എന്താ പറയാ, അത് പറയുന്നത് ഇപ്പൊ നമ്മളൊരു നടന്നു പോകേണ്ട ഒരു കരടിനെ കണ്ടു. അപ്പൊ കരടിനെ കാണുമ്പോൾ നമ്മൾ എന്താ പിടിക്കൂടെ, സ്വഭാവമായിട്ട് പിടിക്കും. അപ്പോൾ ഈ കരടിനെ കാണുന്ന സമയത്ത് ഒരുപാട് ഫിസിയോളജിക്കൽ അറോസലൊക്കെ നമുക്ക് ബോഡിയിൽ നിന്ന് ഉണ്ടായി. അപ്പൊ ഉണ്ടായ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യാണ് ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായേ. അപ്പൊ നോക്കുന്ന സമയത്ത് മുന്നിലൊരു കരടി ഉണ്ട്, അയ്യോ കരടി ഉണ്ടല്ലോ, കരടി ഉണ്ട്. അപ്പൊ കരടി ഉണ്ടാവുന്ന സമയത്ത് കരടി എന്ന് പറഞ്ഞാൽ ത്രെഡ്ഫുൾ ആണ്, അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഫേറ്റൽ ആയിട്ടുള്ള അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന ഇമോഷനാണ് വരേണ്ടത്, അത്തരത്തിലുള്ള ഒരു ലാബിൽ നടത്തും, അഥവാ അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് അപ്രൈസൽ നടത്തും. സോ അപ്പൊ എന്താ ഉണ്ടാവുക, അപ്പൊ നമ്മൾ ആ ഇമോഷൻ അനുഭവപ്പെടും, ഫിയർ അതുപോലെ തന്നെ ഇമോഷൻ നമ്മൾ അപ്പം അനുഭവിക്കും. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാവുക, നമ്മൾ അവിടെ ഓടിപ്പോകും അല്ലെ. ആ ഇമോഷൻ അനുഭവിക്കുമ്പോൾ നമ്മൾ അവിടെ ഓടിപ്പോകും. അതാണ് ആള് പറഞ്ഞത് ഈ ഒരു 2 ഫാക്ടർ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനും കുറെ ക്രിറ്റിസിസംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നുണ്ടാവുക, എപ്പോഴും ഈ ഒരു ഫിസിയോളജിക്കൽ അറോസൽ വേണമെന്നൊന്നുമില്ല. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇമോഷനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. മീൻസ് ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും കോൺഷ്യസ്ലി ചിന്തിക്കാണ്ട് തന്നെ ഈ ഒരു ഒന്നും മീൻസ് ബ്രെയിൻ ഒന്ന് തിങ്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇമോഷൻസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിന് കുറെ ക്രിറ്റിസിസംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന സംഭവം കോൺഷ്യസ്ലി ആവാം, അതല്ല അൺകോൺഷ്യസ്ലി ആവാം. ബട്ട് സ്റ്റിൽ ചില സമയങ്ങളിൽ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന സംഭവം ആ ഒരു പ്രോസസ്സ് നടക്കാനുള്ള അഥവാ അത് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇമോഷണൽ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു. പിന്നെ ഇവരൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നടത്തി, ചില മിസ് അട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. മിസ് അട്രിബ്യൂഷൻ എന്ന് എന്തായാലും തെറ്റായിട്ട് അട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ. ഇവരുടെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ആ ഒരു സാഹചര്യത്തിന് ഒരു ലേബൽ ചെയ്യുക, അതുപോലെ ഒരു അട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. ഈ ഒരു ഫിസിയോളജിക്കൽ അറോസൽ ഉണ്ടായി, അത് ഇന്ന കാരണം കൊണ്ടാണ് ആ ഒരു അത്തരത്തിലുള്ള ഒരു അട്രിബ്യൂഷൻ നടക്കായിരുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇവരൊരു തിയറി നടത്തിയായിരുന്നു, ആരോൺ ഐ തിങ്ക് ആരോൺ ഇൻ 1974. ഈ തിയറി എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ നല്ല ആടുന്ന ഒരു പൊടിയാണ് ഒരു പാലം, നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു പാലം. അപ്പൊ ഈ ഒരു പാലത്തിലൂടെ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള അഥവാ നമ്മുടെ നോർമൽ ആയിട്ടുള്ള മെൻസിനെ കയറ്റി, അതുപോലെ തന്നെ ഒരു ഫീമെയിൽ എക്സ്പെരിമെന്ററും കയറ്റി, അതുപോലെ തന്നെ മറ്റേ കേടന്ന പാലത്തിലും കയറ്റി, നോർമൽ ആയിട്ടുള്ള പാലത്തിലും അവർ ഇതുപോലെ ചെയ്തു. മെൻസിനെയും ഒരു ഫീമെയിൽ എക്സ്പെരിമെന്ററിനെയും കയറ്റി. ഓക്കെ, ആ ഒരു സമയത്ത് ഈ ഒരു കേട് വന്ന പാലത്തിൽ കയറിയ ഈ മെൻസ് ഉണ്ടല്ലോ, അവർക്ക് ഈ ഒരു ഫീമെയിൽ എക്സ്പെരിമെന്ററിനോട് ഒരു അഫെക്ഷൻ അഥവാ ഒരു ഇൻഫാക്ച്വേഷൻ ഫീൽ ആയത് കൂടുതലാണെന്നാണ് പറയുന്നത്. നേരെ പക്ഷെ നോർമൽ ആയിട്ടുള്ള ഈ പാലത്തിൽ കയറിയ മെൻസിന് അത്രത്തോളം ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടായിരിക്കുന്നുണ്ടാവുക, അവർക്ക് ശരിക്കും ഈ ഒരു ഇൻഫാക്ച്വേഷൻ അഥവാ നമുക്ക് ഒരാളുടെ ഒരു അഫെക്ഷൻ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാവുന്ന റെസ്പോൺസ് പറഞ്ഞാൽ ഈ ഒരു ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ ഈ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. അത്തരത്തിലുള്ള റെസ്പോൺസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. ഒരു ഇൻഫാക്ച്വേഷൻ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഇവരെന്താ ചെയ്തത്, ഇവർ ഈ പാലത്തിൽ കയറില്ല, കേടുന്ന പാലത്തിലും കൂടെ കയറിയപ്പോൾ, കേടുന്നല്ല ഈ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പാലത്തും കൂടെ കയറിയ സമയത്ത് ഇവർക്ക് എന്താണ്,
ഇവർക്ക് ആ ഒരു പാലത്തമ്മ കയറിയതുകൊണ്ടാണ് അവർക്ക് എന്തുണ്ടായത് ശരിക്ക് ഈ ഒരു ഹാർട്ട് ബീറ്റ് കൂടി സ്വെറ്റിങ് വന്നതൊക്കെ. അല്ലാണ്ട് ആ ഒരു ഫീമെയിൽ അവിടെ ഉണ്ടായതുകൊണ്ടല്ല. പക്ഷെ അവരെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യണം, എന്ത് ഫാൾസ് അട്രിബ്യൂഷൻ ചെയ്യാണ്. അത് ഈ ഒരു ഫീമെയിൽ കാരണമാണ് ഫാൾസ് അട്രിബ്യൂഷൻ ചെയ്തിട്ട് അവർക്ക് അവരുടെ എഫക്ഷൻ ഫീൽ ചെയ്യാം. സോ ഇതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു മിസ് അട്രിബ്യൂഷൻ ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. നോർമൽ ആയിട്ടുള്ള പാലത്തിന് കയറിയവർക്ക് അത് അത്രത്തോളം ഫീൽ ചെയ്തില്ല. കാരണം എന്തായിരിക്കും, അവിടെ പാല നോർമലാണ്. സോ അതുകൊണ്ട് അവർക്ക് ഈ ഒരു എന്താ പറയാ ഫിയറോ അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഹാർട്ട് ബീറ്റുള്ള റൈസോ സ്വെറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ആവശ്യമില്ല. സോ എന്താണ്, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഈ ഒരു ഫീമെയിൽ എക്സ്പെരിമെന്റിനോട് അഫെക്ഷൻ അഥവാ ഒരു ഇൻഫാക്ച്വേഷൻ തോന്നിയ ആൾക്കാരുടെ എമൗണ്ട് കുറവായിരുന്നു, ഇവരിൽ അത് കൂടുതലായിരുന്നു. സോ അത്തരത്തിലുള്ള തിയറി ആയിരുന്നു. പക്ഷെ നല്ല രസമുള്ള, കേൾക്കാനൊക്കെ രസമുള്ള തിയറിയാണ്. ഓക്കെ, അടുത്ത തിയറിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ലസാരസിന്റെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി. റിച്ചാർഡ് ലസാരസിന്റെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി. മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളൊരു കരടിന്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ കരടിനെ കാണുമ്പോൾ ഈ ഫിസിയോളജിക്കൽ എറോസലും സംഭവമൊക്കെ ഉണ്ടാവും, അതൊക്കെ നിന്ന് കരടിനെ കണ്ട് ഫിസിയോളജിക്കൽ എറോസലും ഇമോഷണൽ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കരടിനെ കണ്ടിട്ട് നേരിട്ട് നമ്മുടെ ബ്രെയിനാണ് എന്താണ് ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ നടത്തുന്നത്. അയ്യോ കരടി വന്നിക്കണേ, കരടി വന്നാൽ കടിക്കും, കരടി വന്നാൽ കൊല്ലും. സോ അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് അപ്രൈസൽ നേരത്തെ തന്നെയാണ് നടത്തുക. അത് നടത്തിയതിന് ശേഷം എന്താണ്, ആ കോഗ്നിറ്റീവ് അപ്രൈസൽ നടന്നുകൊണ്ട് നമുക്ക് ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും, ഈ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. അതാണ് ആര് പറഞ്ഞത്, ഈ ഒരു റിച്ചാർഡ് ലസാരസ് പറഞ്ഞത്. നേരത്തെ തന്നെ ആദ്യം തന്നെ എന്താ ഉണ്ടാവുക, ആദ്യം തന്നെ ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ നടത്തും. അത് നടത്തുന്നതോട് നമുക്കൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, ഫിസിയോളജിക്കൽ എറോസൽ ഉണ്ടാവും. അതാണ് ആര് പറഞ്ഞത്, റിച്ചാർഡ് ലസാരസ് പറഞ്ഞത്. ഓക്കെ, അത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ റിപ്പീറ്റൻസ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത തിയറിയാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് തിയറി. സിൽവൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫേഷ്യൽ ഫീഡ്ബാക്ക് തിയറി. ഈ ഫേഷ്യൽ ഫീഡ്ബാക്ക് തിയറി എന്ന് ഉദ്ദേശിച്ചാൽ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചിരുന്നു, ഇത് വെച്ചിട്ടും പല്ലോട് കടിച്ചിട്ടൊക്കെ. സോ അതുപോലെ തന്നെ എന്താ സംഭവിച്ചാൽ, നമ്മുടെ ഫേസിന് മോർ ദാൻ 20,000+ എക്സ്പ്രഷൻസ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫേസിൽ നിന്ന് കിട്ടുന്ന ക്യൂസ് കൊണ്ട് ഒരു ഇമോഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു പേടിപ്പെടുത്തുന്ന സാധനം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഹാപ്പിനെസ് കാണിക്കുന്ന സമയത്ത് നമ്മൾ സ്മൈൽ ചെയ്യാറുണ്ട്. ഒരു കോമഡി കേൾക്കുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്യാറുണ്ട്. സോ അതുപോലെ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മുടെ ഫേസിലൂടെ കാണിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഈ ഒരു ഫേസിലുള്ള എക്സ്പ്രഷൻസിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അതിന് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിക്കുന്നു. നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിക്കുന്ന സമയത്ത് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത് ഇന്ന ഇമോഷൻ ആണ്. ഓക്കെ, ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഫേഷ്യൽ ഫീഡ്ബാക്ക് തിയറി അഥവാ ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പെന്നിൽ കാണിച്ച മാതിരി തന്നെ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ടൊക്കെ പറയാനുണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ മറ്റേ എന്താ പറയാ ജെയിംസ് ലാങ് തിയറി അല്ലേ, മീൻസ് ഫിസിയോളജിക്കൽ എറോസൽ ഉണ്ടാവുന്നതുകൊണ്ട് ഇമോഷൻ ഉണ്ടാവുന്നുള്ള അതുപോലെ തന്നെയാണ് ശരിക്കും ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സോർട്ട് ഓഫ് ഫിസിയോളജിക്കൽ എറോസൽ തന്നെയാണല്ലോ. അങ്ങനെയാണ് പറയാൻ പറ്റില്ലെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നുള്ളൊരു ആ രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, അങ്ങനെ തന്നെ ഓരോട് ചിന്തിക്കേണ്ട, സിമ്പിൾ. ഓക്കെ, അതിൻ്റെ ഫൈനലായിട്ട് എവല്യൂഷണറി തിയറി പ്രപ്പോസ് ചെയ്തത് ചാൾസ് ഡാർവിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ മൂപ്പര് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അഡാപ്റ്റീവ് പർപ്പസ് ആണ് നമ്മുടെ ഇമോഷനൊക്കെ ഉള്ളത്. ലൈക്ക് നമുക്കൊക്കെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലേ എല്ലാവർക്കും. ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടാൽ ഓടണം, അല്ലെങ്കിൽ ഒരു കരടിനെ കണ്ടാൽ ഡേഞ്ചറസ് ആണ്, അവിടെ നിന്നെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത്, അത് നമുക്ക് അറിയാം, അത് ഡേഞ്ചർ ആണ്. ഓക്കെ, അത് നമ്മുടെ സർവൈവലിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഇമോഷൻ വരണം. പേടി എന്നുള്ള ഇമോഷൻ വന്നിട്ടില്ലാണെങ്കിൽ കരടി വന്നിട്ട് മാന്തി പറിച്ച് പോകും. ഓക്കെ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് അപ്പൊ ആ ഇമോഷൻ വരണം. അപ്പൊ വന്നാൽ മാത്രമേ നമുക്ക് കഴിച്ചിലാവാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എന്താണ്, ഈ ഒരു കരടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് എവല്യൂഷണറിലി നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, അതൊരു നമ്മുടെ ഇമോഷൻ ഒരു അഡാപ്റ്റീവ് പർപ്പസ് ആണുള്ളത്. ചില ഇമോഷനൊക്കെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി അത് വരും. ഓക്കെ, വെച്ചാൽ ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പേടിക്കും, അത് തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഈ നമുക്ക് തിങ്ക് ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ചില ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരും. അതാണ് ആര് പറഞ്ഞത്, ചാൾസ് ഡാർവിൻ പറഞ്ഞത്. ഓക്കെ,
ഇത്രയൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്, എവല്യൂഷണറി തിയറിയിലുള്ളത്. സോ ഇതിന്റെ നോട്ട് നിങ്ങൾ റെഫർ ചെയ്യാം. നോട്ട് റെഫർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളുണ്ടാവും. സോ അതൊക്കെ നോക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതോടെ നമ്മുടെ ഈ ഒരു ഐ തിങ്ക് സൈക്കോളജി ഈ ഒരു സെമ്മനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സോ എല്ലാവരും ശരിക്കും പഠിക്കാം. ദാറ്റ്സ് ഇറ്റ്.